വന്യജീവി വിഷയം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ് ഒന്ന്. പിന്നെ നമ്മൾ കാണേണ്ടത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച കേരളത്തിലെ രൂപത ഏതാണ്? ഇടുക്കിയിലാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്. ലവ് ജിഹാദ് വിഷയം പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവന്നത് ഇടുക്കി രൂപതയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇടുക്കി, പാല, അതുപോലെ തന്നെ ആ മേഖലയിലുള്ള കാഞ്ഞിരപ്പള്ളി മേഖലയിലാണ് ഈ വിഷയം സജീവമായി വന്നത്. ഈ പ്രശ്നത്തെക്കുറിച്ച് അന്ന് ഈ സ്ഥാനാർത്ഥികളോട് ചോദിച്ചപ്പം അവര് ഒരു നിലപാടും പറഞ്ഞില്ല എന്നുള്ളത് എത്ര ടാക്ടിക്കലായിട്ടാണ്, എത്ര തന്ത്രജ്ഞതയോട് കൂടിയാണ് അവർ ഈ കാര്യത്തിൽ മിണ്ടാതിരുന്നത്. അവിടെ എവിടെ തൊട്ടാലും കസൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെട്ട കാലത്തിൽ പി.ടി. തോമസിനെതിരെ ഉയർന്ന കലാപം, അദ്ദേഹത്തെ നാട് വിട്ട് ഓടേണ്ടി വന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് സമ്മതിക്കില്ല. പക്ഷേ നാട് വിട്ട് ഓടേണ്ടി വന്ന സാഹചര്യമായിരുന്നല്ലോ. അങ്ങനെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. 1.5 മണിക്കൂറുള്ള ദീർഘമായ പി.ടി. തോമസിന്റെ അതിസുന്ദര മനോഹരമായ പ്രസംഗം. എനിക്ക് വേണ്ടി അവർ ശവമഞ്ചമൊരുക്കി, ജനാലകൾ തുറന്നിട്ട് ഞാൻ ആ ശബ്ദം കേട്ടു, എനിക്ക് വേണ്ടി അവർ ശവഘോഷയാത്ര നടത്തി തുടങ്ങി വളരെ മനോഹരമായി അയാൾ അനുഭവിച്ചു. ആ കാലത്ത് ഞാൻ ഒരിക്കലും ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് സോക്രട്ടീസിന് നീട്ടിയ വിഷക്കോപ്പ അവർ എനിക്ക് നേരെ നീട്ടി, ബ്രൂണോയെ ചുട്ടുകൊന്നതുപോലെ കൊല്ലാൻ അവർ ഒരുമിട്ട് എന്നുള്ള വീട്ടിൽ അത്ര അതിവൈകാരികമായിട്ടാണ് പി.ടി. തോമസും ആ കാര്യങ്ങൾ എടുത്തത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതുപോലെയുള്ള വൈകാരിക വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രതലത്തിൽ ഇല്ലാത്ത ഒരു ഇടുക്കിയാണ് നമ്മൾ കാണുന്നത്.